ക്യാഷ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയിലെ തേർഡ് വണ്ണാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് വേരിയസ് ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയണത് എല്ലാ മോഡൽസും ട്രൈ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസീവ് ആൻഡ് ഇൻഅഡീക്വറ്റ് ക്യാഷ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും പിന്നെ ഈ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റീസ് തമ്മിലുള്ള ട്രേഡ് ഓഫ് നേടിക്കൊണ്ട് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് എല്ലാ മോഡൽസും ട്രൈ ചെയ്യണത്. പിന്നെ ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസിൽ 2 പോപ്പുലർ മോഡൽസാണ് ഉള്ളത്. ബോമോൾ EOQ മോഡലും പിന്നെ മില്ലർ ORR മോഡലും. ഈ 2 മോഡലാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ബോമോൾ EOQ മോഡൽ. ഈ ബോമോൾ EOQ മോഡൽ എന്ന് പറയുന്നത് EOQ ഇൻവെൻട്രി മോഡലിന് സിമിലർ ആയിരിക്കും. ബോമോൾ EOQ മോഡൽ ഡെവലപ്പ് ചെയ്തത് വില്യം ജെ ബോമോളാണ്. ഇത് 1952 ഡെവലപ്പ് ചെയ്തത്. ഈ മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് അനുസരിച്ച് ടോട്ടൽ ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് പെർ ആനോം പിന്നെ ക്യാരിയിങ് കോസ്റ്റ് പെർ ആനോം ഏറ്റവും കുറഞ്ഞ ക്യാഷ് ബാലൻസ് ആയിരിക്കും. അതാണ് ഈ മോഡലിൽ പറയണത്. ഇതിനകത്ത് നമ്മുടെ ഈ ടോട്ടൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് പെർ ആനോം ക്യാരിയിങ് കോസ്റ്റ് പെർ ആനോം ഈക്വൽ ആയിരിക്കും ഇവിടെ. ഈ മോഡൽ അസ്യൂം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എക്സസ് ക്യാഷിന് മുകളിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് ഈ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ആണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമുക്കത് എടുത്ത് വിൽക്കാനായിട്ട് പറ്റും. പക്ഷേ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് എക്സസ് ക്യാഷിന് മുകളിലാണെങ്കിൽ നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്ത് പറയണത്. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻറ്റു കോസ്റ്റ് പെർ ആനം. പിന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ ഒപ്റ്റിമം ക്യാഷ് ലോട്ട് സൈസ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആവറേജ് ക്യാഷ് ബാലൻസ് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം. പിന്നെ ആവറേജ് ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C/2 ഇതാണ്. ഇനി ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാൻ അതിനെ നമ്മൾ C എന്നാണ് സ്പെസിഫൈ ചെയ്യണത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് √2AT ഡിവൈഡഡ് ബൈ I. A എന്ന് പറയുന്നത് ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ്, T എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് പെർ പർച്ചേസ്, I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം. നെക്സ്റ്റ് പറയുന്നതാണ് അസംഷൻസ് ഓഫ് ദ മോഡലിൽ. ഫസ്റ്റ് വണ്ണാണ് യൂണിഫോം ക്യാഷ് ഫ്ലോസ്. ഇതിനകത്ത് ക്യാഷ് പേയ്മെൻറ്റ്സ് യൂണിഫോം ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കും. പിന്നെ ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആനുവൽ ക്യാഷ് ഔട്ട് ഫ്ലോ 36 lakhും പിന്നെ 360 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആവറേജ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആനുവൽ ക്യാഷ് ഔട്ട് ഫ്ലോ ഡിവൈഡഡ് ബൈ 3 എത്ര വർക്കിംഗ് ഡേയ്സ് ആണെന്ന് നോക്കുക. 360 വർക്കിംഗ് ഡേയ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പെർ ഡേ കിട്ടും. നെക്സ്റ്റ് പറയുന്നതാണ് ഫിക്സഡ് ക്യാരിയിങ് കോസ്റ്റ്. അതിനകത്ത് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫേമാണ് ക്യാഷ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഇൻട്രസ്റ്റും ഫോർഗോൺ ആയിരിക്കും. പക്ഷേ ഈ മോഡൽ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ ചേഞ്ച് ഇല്ലെന്നാണ് ഈ മോഡലിൽ പറയണത്. ദെൻ നെക്സ്റ്റ് പറയണതാണ് കോൺസ്റ്റൻറ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇതിൽ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റബിൾ സെക്യൂരിറ്റീസുകളുടെ ഓരോ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയണത്. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നും വരില്ല. ദെൻ നെക്സ്റ്റ് പറയണതാണ് ഫ്രീ മാർക്കറ്റബിലിറ്റി. ഫ്രീ മാർക്കറ്റബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ മോഡൽ അസ്യൂം ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ പറ്റും. എപ്പോൾ വേണമെങ്കിലും അറ്റ് എനി ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിൽക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങാനോ നമുക്ക് സാധിക്കും. അതാണ് ഫ്രീ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻ ഓഫ് ബോമോൾ മോഡൽ. ഇതിൽ എന്താണ് അൺയൂഷ്വലും ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാഷിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ്സ് കാരണം ഇവിടെ ആനുവൽ ക്യാഷ് റിക്വയർമെൻറ്റ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയണത്. സെക്കൻഡ് പോയിന്റിൽ പറയണത് എന്താണ്, യൂണിഫോം ഡിമാൻഡ് ഫോർ ക്യാഷ് അൺറിയലിസ്റ്റിക് ആയിരിക്കും ഇതിൽ. പിന്നെ പറയണത് എന്താണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. പിന്നെ പറയണത് ഇൻട്രസ്റ്റ് റേറ്റ് ഇടയ്ക്കിടെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റ് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയണത് എന്താണ്,
ഈ ബോമോൾസ് മോഡൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവ് ആയിരിക്കും. പിന്നെ ഈ പ്രിക്യൂഷണറിയും സ്പെക്കുലേറ്റീവ് മോട്ടീവ്സൊക്കെ ഇവിടെ ഇഗ്നോർ ചെയ്ത് കളയും. അതാണ് ഈ പോയിന്റിൽ പറയണത്. ഇനി നമ്മൾ നെക്സ്റ്റ് മോഡലാണ് മില്ലർ ORR മോഡൽ അല്ലെങ്കിൽ സ്റ്റോക്കസ്റ്റിക് മോഡൽ. ഈ ബോമോൾസ് മോഡലിൻ്റെ മേജർ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് വോളട്ടൈൽ ആൻഡ് നോട്ട് സ്റ്റഡി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഈ മോഡൽ വർക്ക് ചെയ്യില്ല. ഈ ലിമിറ്റേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് മില്ലർ ORR മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്തത് മെർട്ടൺ എച്ച് മില്ലർ ആൻഡ് ഡാനിയൽ ORR ആണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ്സ് യൂണിഫോം ആയിരിക്കില്ല. പക്ഷേ ബോമോൾസ് മോഡലിൽ ക്യാഷ് പേയ്മെൻറ്റ്സ് അവിടെ യൂണിഫോം ആയിരിക്കും. പിന്നെ ഇതിന് ഈ മോഡൽ സമ്മറൈസ് ചെയ്ത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും ആയിരിക്കും. പിന്നെ ഈ ക്യാഷ് ബാലൻസ് അപ്പർ ലിമിറ്റിലാണ് എത്തുകയാണെങ്കിൽ നമ്മുടെ ഈ സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്യാഷ് ബാലൻസ് ലോവർ ലിമിറ്റിന് ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നമുക്ക് വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. മറ്റേത് എന്താണ് ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് എന്താണ് ക്യാഷ് ബാലൻസ് അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് പറയണത് ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വിൽക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് ഒരു പോയിന്റിലോട്ട് എത്തും. ഈ പോയിന്റിനെയാണ് നമ്മൾ റിട്ടേൺ പോയിന്റ് എന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിൽ ORR മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണതാണ് മില്ലർ ORR മോഡലും ബോമോൾസ് മോഡലും. ബോമോൾസ് മോഡലിൽ ഒപ്റ്റിമം ക്യാഷ് ബാലൻസിൽ നോട്ട് റിയലിസ്റ്റിക് ആയിരിക്കും. പക്ഷേ മില്ലർ മോഡലിൽ അത് റിയലിസ്റ്റിക് ആയിരിക്കുള്ളൂ ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്. പിന്നെ ബോമോൾസ് മോഡലിൽ ക്യാഷ് ഫ്ലോസ് സർട്ടൻ ആയാൽ മാത്രമേ നമുക്ക് ഈ മോഡൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ മില്ലർ ORR മോഡലിൽ വേരിയബിലിറ്റി ഓഫ് ക്യാഷ് ഫ്ലോസ് ഈ മോഡലിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്.